ഒരു മകൻ നടുറോട്ടിൽ ഇറങ്ങിക്കൊണ്ട് സ്വന്തം മാതാവിനെ കൊലയാട്ട് പറഞ്ഞാൽ നാട്ടുകാർക്ക് കേൾക്കാൻ നല്ല സുഖമാണ്. അതുമാത്രമല്ല, ചില ആൾക്കാർ ഈ പുലയാട്ട് പറയുന്ന മകന് കാശും കൊടുത്തുകൊണ്ട് ഇനിയും കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞതാ എന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മൾ കേരളത്തിലുണ്ട്. അതിൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് കഞ്ചാവ് ജാമിത. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും. ആവശ്യമുള്ളവർ ഇവളെ കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ. ഇവളുടെ ഇപ്പോഴത്തെ പ്രധാന പണി സംഘികൾക്ക്, കേരള സംഘികൾക്ക് നരമ്പിൻ്റെ സുഖം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. എങ്ങനെയെന്നാൽ ഇസ്ലാം മതത്തിൽ പിറന്നുകൊണ്ട് ആ മതത്തെ അതിമാരകമായി അധിക്ഷേപിക്കുക. അതിലൂടെ ഇവൾക്ക് നല്ല പണം കിട്ടും. അതുമാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഇവൾ ചെയ്തു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ഇപ്പോൾ ഇസ്ലാം മതത്തിനെതിരെ അതിമാരകമായൊരു അധിക്ഷേപം കൊണ്ടാണ് ഇവൾ വന്നിരിക്കുന്നത്. ജനം TV എന്ന നാറിയ സ്റ്റുഡിയോ റൂമിൽ ഇരിക്കുകയാണ് ഈ ജാമിത. ഇവളുടെ ഇരുത്തം കണ്ടോ? ഒരു മുസ്ലിം കുലസ്ത്രീ ഇരിക്കുന്നത് പോലെ എല്ലാം മറച്ചുകൊണ്ട്, തലയെല്ലാം മറച്ചുകൊണ്ട്, മറ്റുള്ള ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ട്, നല്ല ഭവ്യതയോടുകൂടി ഒരു മുസ്ലിം സ്ത്രീ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലാണ്, ഇങ്ങനെ ഇരുന്ന് ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചാൽ മാത്രമാണ് ഇസ്ലാം മതത്തിന് അതിപ്രഹരമേൽക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വിശ്വാസം. ഈ സ്റ്റുഡിയോ റൂമിലെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൾ കറുത്ത കുതിര ഉടുതുണിയില്ലാതെ പറമ്പിലൂടെ ഓടുന്നത് പോലെ ഒരു ഓട്ടമായിരിക്കും ഇവൾ. അതാണ് കഞ്ചാവ് ജാമിത. ഇവൾ ഇപ്പോൾ ഇസ്ലാമിനെതിരെ അതിമാരകമായ ഒരു അധിക്ഷേപം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. അതിനകത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് ഒരാൾ വന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു, ശവഭോഗം എന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവത്തിന് ഞാൻ റെഡിയാണ്. ഇപ്പൊ ഇനി മുതൽ ഇപ്പൊ ഈ ടോക്ക് ഷോ ഉള്ളത് 7 മണി മുതൽ 9 മണി വരെയാണ്. 9 മണി മുതൽ അങ്ങോട്ട് എത്ര മണി വരെയാണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാം. ഞാൻ തയ്യാറാണ് സംവാദത്തിന്. കാരണം അറിയാത്ത വിഷയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. ശവഭോഗം മാത്രമല്ല, മൃഗഭോഗം വേണോ, ബുധഭോഗം വേണോ, ശിശുഭോഗം വേണോ, എല്ലാത്തിന്റെയും ഡേറ്റാസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ആദ്യം കേട്ടില്ലേ? ഇവൾ പറയുന്നത് ഇസ്ലാം മതത്തിൽ ശവഭോഗം, മരിച്ചവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദമുണ്ട് എന്ന് ഇവളുടെ കയ്യിൽ തെളിവുണ്ട്. സംവദിക്കാൻ ഇവൾ തയ്യാറെന്നാണ് ഇവൾ പറയുന്നത്. എന്നാൽ ഉടനെ ചോദിച്ചാൽ ഉടനെ ഉത്തരം തരുന്ന ഒരു AI ആപ്പായ ജെമിനിയോട് നമുക്ക് ചോദിക്കാം. ജെമിനി, പറയുക, ഇസ്ലാം മതത്തിൽ ശവഭോഗം, മരിച്ചവരുമായി ബന്ധപ്പെടാൻ അനുവദനീയമാണ് എന്ന് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? പറയുക. JBR ടോക്സ് ഇസ്ലാം മതത്തിലെ പ്രധാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലോ ആധികാരികമായ സ്വഹീഹായ ഹദീസുകളിലോ ശവഭോഗത്തെ, നെക്രോഫീലിയ അനുകൂലിക്കുന്നതോ അനുവദിക്കുന്നതോ ആയ യാതൊരു പരാമർശവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ താഴെ പറയുന്നവയാണ്. ഖുർആനും ഹദീസും ഇസ്ലാമിക നിയമപ്രകാരം മൃതദേഹങ്ങളെ അങ്ങേയറ്റം ആദരവോടെയും പവിത്രതയോടെയും കാണണമെന്നാണ് കൽപ്പന. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന അതേ ആദരവും സംരക്ഷണവും മരണപ്പെട്ട ശരീരത്തിനും നൽകണം. മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നത് കടുത്ത പാപമായാണ് ഇസ്ലാം കണക്കാക്കുന്നത്. വ്യാജ പ്രചാരണങ്ങൾ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഫിഖ്ഹ് ചില പഴയകാല ഗ്രന്ഥങ്ങളിൽ ദാമ്പത്യബന്ധം വേർപെടുന്നതുമായി വിവാഹമോചനം, മരണം ബന്ധപ്പെട്ട സങ്കീർണമായ നിയമപരമായ ചർച്ചകളിൽ, ഉദാഹരണത്തിന് മരണത്തോടെ വിവാഹബന്ധം അവസാനിക്കുമോ ഇല്ലയോ എന്ന ചർച്ച, ചില പണ്ഡിതന്മാർ ഉന്നയിച്ച സാങ്കല്പിക ചോദ്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ ഖുർആന്റെയോ പ്രവാചക വചനങ്ങളുടെയോ അടിസ്ഥാനത്തിലുള്ളതല്ല. ചുരുക്കത്തിൽ, ഖുർആനിലോ ഹദീസുകളിലോ ശവഭോഗത്തെ അനുവദിക്കുന്ന യാതൊരു പരാമർശവുമില്ല. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ മൃതദേഹങ്ങളോട് പൂർണ്ണമായ ആദരവ് കാണിക്കാനാണ് ആവശ്യപ്പെടുന്നത്. കേട്ടില്ലേ? ഇസ്ലാം മതത്തിൽ ശവങ്ങളെ ഭോഗിക്കരുത്, മറിച്ച് ശവങ്ങൾക്ക് പ്രത്യേക മര്യാദ കൊടുക്കണം എന്നാണ് ഇസ്ലാം മത ഗ്രന്ഥങ്ങളും ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയും പറയുന്നത്. ഈ നാറി കഞ്ചാവും അടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള നാറിയ ചാനലിരുന്നു കൊണ്ട് അസംബന്ധം പറയുന്ന ഇവളെ ഇസ്ലാം മതവിശ്വാസികൾ ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇസ്ലാം മതവിശ്വാസികൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ്. അതുകൊണ്ട് ഇവൾ നണ്ണിയിട്ട് പോകുന്നത്. ഓക്കെ.